എന്തുകൊണ്ടാണ് ഹൈ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഹയർ വോൾട്ടേജിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ടോ അല്ലെങ്കിൽ മാക്സിമം 415 വോൾട്ട് ഒക്കെയാണ്. പക്ഷേ ഈ ഹൈ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് തൗസൻഡ്സ് ഓഫ് വോൾട്ടിലാണ് അവയുടെ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായും കുറച്ച് റീസൺസ് ഉള്ളത്. മെയിൻ ആയിട്ട് പവർ ലോസ് റെഡ്യൂസ് ചെയ്യാനും അതൊരു എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ആക്കാനുമാണ്. ഈ പവർ ലോസ് ഉദ്ദേശിക്കുമ്പോൾ പവർ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് മൂലമുള്ള ഈ ഹീറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള പവർ ലോസ്. ഈ പവർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് അവിടുത്തെ കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ മതി. ഈ കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ നമുക്ക് അവിടുത്തെ വോൾട്ടേജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതുവഴി നമുക്ക് അവിടുത്തെ പവർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ വോൾട്ടേജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന വഴി നമുക്ക് ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹയർ വോൾട്ടേജ് യൂസ് ചെയ്യുന്നത് വേറൊരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഹയർ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടി തിക്കർ ആയിട്ടുള്ള വയേഴ്സ് ആവശ്യമായിട്ട് വരും, അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ ഹയർ വോൾട്ടേജിന്റെ കേസിൽ വരുമ്പോൾ കറണ്ടിന്റെ വാല്യൂ കുറവാണ്, അപ്പോൾ നമുക്ക് അവിടെ ഒരു തിന്നർ ആയിട്ടുള്ള വയർ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതുവഴി നമുക്ക് എക്കണോമിക്കലിന്റെ സ്കെയിലിൽ നമുക്ക് റിഡക്ഷൻ നടത്താൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് സിസ്റ്റം നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നില്ല വെച്ചാൽ, ഹൈ വോൾട്ടേജ് സിസ്റ്റം ഭയങ്കര ഡേഞ്ചറസ് ആയ സിസ്റ്റമാണ്. ഇത് കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ അത് ഈസി അല്ല. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് 230 വോൾട്ടോ അല്ലെങ്കിൽ 415 വോൾട്ടോ ആയിട്ടുള്ള വോൾട്ടേജ് ലെവലിൽ നമുക്ക് പവർ കിട്ടുന്നത്.